ഡയസിസിലെ ഔദ്യോഗിക ഭാരവാഹികളും പ്രിയപ്പെട്ട അച്ഛന്മാരെ എല്ലാവർക്കും സ്നേഹാഹ്വാനം. നിങ്ങളോടൊപ്പം ഇന്ന് ഈ മനോഹരമായ ദിവസത്തിൽ ഈ ക്ലർജി കോൺഫറൻസിൻ്റെ ജോസഫിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ പദവിയും ഭാഗ്യവുമാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രബുദ്ധമായ ഒരു വലിയ സംഭവമാണ് നല്ല ഡയസിസ് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ നിങ്ങളോട് സംബന്ധിക്കാനുള്ള പ്രായവും പക്വതയുണ്ടോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടു. എന്നാൽ ദൈവം നൽകിയ വലിയ അവസരത്തിനായി ദൈവത്തിന് നന്മയുടെ സ്വാഗതം ചെയ്യുന്നു. ഇതിന് പ്രത്യേകമായി എനിക്ക് അവസരം നൽകിയ തിരുമേനിയുള്ളൂ. ഇതിന് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട കെ ജെയിംസച്ചൻ എൻ്റെ ജ്യേഷ്ഠതുല്യനായ പട്ടക്കാരനാണ്. അച്ഛനോട് ഓർമ്മപ്പെടുത്തിയതുപോലെ ചെന്നൈ BD പഠനത്തിന് ശേഷം ഉടനെ തന്നെ അവരുടെ പള്ളിയിൽ എന്നെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുതലുള്ള പരിചയം ഇന്നും ആഴമായി നിലനിർത്താനായിട്ട് ഇടയാകുന്നു. അച്ഛൻ്റെ എല്ലാ സ്നേഹത്തിനും കരുതലും ഞാൻ നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും കാണാനും അല്പസമയം ചെലവഴിക്കാനും ഇടയായതിനായിട്ട് ഞാൻ സ്തോത്രം കഴിയും. 1 മണിക്കൂറാണ് എനിക്ക് നൽകിയിരിക്കുന്ന സമയം. അച്ഛൻ ആഗമനത്തെക്കുറിച്ച് ഒരു കാര്യം ഇങ്ങനെ സൂചിപ്പിച്ചു. ആഗമനം അത് പൂർണ്ണമായി അതിനെ ബേസ് ചെയ്തല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കണ്ടംപററി ചലഞ്ചസിലൂടെ ചേർന്ന് നമ്മൾ ഇന്ന് ശുശ്രൂഷ സമൂഹം ഉപയോഗിക്കുന്ന വെല്ലുവിളികൾ നമ്മൾ ആരായിരിക്കണം എന്നുള്ള ചിന്തകൾ അല്പസമയം ചുരുക്കമായി നിങ്ങളുമായി പങ്കിടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. തിരുമേനിയുടെ സാന്നിധ്യത്തിനായി ഒത്തിരി ജീവിതത്തിന് നന്ദി പറയുന്നു. സന്തോഷകരമാണ്. പ്രത്യേകിച്ച് ഒരു പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും പഴയ നിയമ പണ്ഡിതനുമാണ് തിരുമേനിയുടെ മുമ്പിൽ തന്നെ ഒരു കാര്യം പ്രസന്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. എല്ലാത്തിനും ദൈവം സ്തോത്രം ചെയ്തു. ഈ ഡയസിസിന് ആഹ്വാനം ദൈവം നൽകുന്ന വ്യത്യസ്ത അനുഭവങ്ങൾ അനുഗ്രഹങ്ങളും ഞാൻ പറയുന്നില്ല. കാരണം അതിൽപ്പെട്ട എല്ലാം സന്തോഷവും നന്മയും മാത്രമാണെന്നില്ല. നന്മയാണ് എല്ലാം എങ്കിൽ തന്നെ വ്യത്യസ്ത അനുഭവങ്ങൾ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ അതിനെ എല്ലാം അത് നല്ല പാഠങ്ങളായി നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായി വഴിമാറുന്നതിന് ദൈവം സ്തോത്രം ചെയ്യും. ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഈ മഹായവരിൽ നിന്ന് വരുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ മുമ്പ് പ്രിയപ്പെട്ട രാജ്യത്തിന് ഒരു ബുക്ക് തന്നു. ഞാനതിനെ കുറിച്ച് നേരത്തെ കേട്ടിരുന്നു. ഫേസ്ബുക്കിൽ അതിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ ഞാനത് ശ്രദ്ധിച്ചു. അടുത്ത വർഷത്തെ ചിന്തകൾ ഞാനിത് തന്നെ ക്രോഡീകരിച്ച് പ്രത്യേകിച്ച് തിരുമേനി അതിൻ്റെ എഡിറ്ററായി മനോഹരമായ ഒരു ബുക്കായതിനൊക്കെല്ലാം പ്രയോജനപ്രദമായ എല്ലാ മഹായവർക്കും പ്രയോജനപ്രദമായ ഒരു ബുക്കായതുമാണ്. ഞാൻ ജസ്റ്റ് ഓടിച്ച് നോക്കുന്നത് എനിക്ക് ആഴമായി വായിക്കാനാണ് ആഗ്രഹം. ഓടിച്ച് നോക്കിയപ്പോൾ ഒരു സ്കിമ്മിംഗ് ത്രൂവിൽ കണ്ടത് നമ്മൾ ഇതുവരെ കാണുന്ന ഒരു ശൈലി വ്യത്യസ്തമായ ഒരു ശൈലി. അച്ഛൻ തിരുമേനി ഇതിൻ്റെ ഭാഗമായത് ഞാൻ ഒരു മണിക്കൂർ പ്രസംഗിക്കാൻ വന്നത് പറയാമല്ലോ. നിങ്ങൾ എല്ലാ ഓർമ്മയും തള്ളല്ല. എന്നാൽ തള്ളൊന്നും ഇങ്ങോട്ടുണ്ടോ എനിക്കറിയില്ല. നന്ദീകരണ ആ ഭാഗത്തൊക്കെ ഉണ്ടാവും. തള്ളുന്ന വേറെ ആശയമാണ് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്ന ഒരു എക്സാജറേഷൻ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് പ്രയോജനപ്രദമാണ് തീർച്ചയായും. പ്രത്യേകിച്ച് ഇന്നത്തെ കണ്ടംപററി ഇഷ്യൂസ് നമ്മളിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ യുവജന കോൺഫറൻസുകൾക്ക് പോകുമ്പോഴും അല്ലാത്ത ഏതൊരു പരിപാടികൾക്ക് പോകുമ്പോഴും കണ്ടുവരുന്ന ഒരു വെല്ലുവിളി നമ്മളിപ്പോൾ പഴയ തരത്തിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ നിന്നൊരു മാറ്റം ഇല്ലെങ്കിൽ ഞാനത് സൂചിപ്പിക്കാം മുന്നോട്ട് വരുന്നത്. ഇവിടെയാണ് നമ്മളെല്ലാം ഒരുമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബുക്കുകൾ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമുക്ക് ഒത്തിരി ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിവാഹം, സ്നാനം, ഭൂമിയുള്ള കാലം തൊട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് എല്ലാ വർഷവും പല മാധ്യമങ്ങളുണ്ട്. CSI ഉണ്ട്, വചനധാരകളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ബുക്കുകളിലൊക്കെ നമ്മളതിന്റെ ബേസിക് ബിബ്ലിക്കൽ വേർഷൻസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതുവരെ കാണാത്തൊരു കാര്യം, ഇതിനൊരു ശ്രമം ഈ ബുക്കിൽ നടന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ന്യായമായി വായിച്ചാലേ അറിയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നമ്മൾ എങ്ങനെ അതിനെ കാണും? അതിനെക്കുറിച്ച് ഒരു പ്രയോജനമില്ല. നമുക്ക് ഒരു പ്രയോജനം സഭയായി ഉണ്ടാകാൻ പോകുന്നില്ല, മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സംരംഭങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ ശ്രമങ്ങളെയും വായിക്കട്ടെ. നിങ്ങൾ ഒത്തിരി താലന്തുകളുള്ള ഒത്തിരി അച്ഛന്മാരുണ്ട്. നിങ്ങളെ ഇത് കാണാനിടയായ സന്തോഷം. ഈ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ആദ്യമായി നമ്മൾ ഇവിടെ കൂടുമ്പോൾ നമുക്ക് ഈ ഒരു ശാന്തമായ സമയം 4 കാര്യങ്ങൾ പ്രയോജനമാണ്. ഇന്നത്തെ ഒരു അവസ്ഥയിൽ വളരെ പ്രയോജനമാണ്. ഞാനത് 4 വാക്കുകളായി സമറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊരു കൂടി വരുന്നതിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അല്പസമയം ഇതുപോലെ ഒരുമിച്ച്
ഞാനിങ്ങനെ തന്നെ പറയട്ടെ. ഞാൻ വിശ്രമം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒരു ലോങ് വിശ്രമമല്ല. വിശ്രമം, ബി ക്വയറ്റ് എന്നുള്ളത് 44-ാം സങ്കീർത്തനം 10-ാം വാക്യമാണ് അതിന്റെ ആധാരമായിട്ടുള്ള വാക്യം. നമുക്കെല്ലാവർക്കും അറിയാത്ത വാക്യമാണ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒത്തിരി തിരക്കോടുകൾ. നമുക്കിപ്പം ഈ ഇവിടെ അച്ഛനോട് സംസാരിച്ചത് നനയ്ക്കുക എന്ന് പറഞ്ഞു. നനയ്ക്കുന്നതിന് പല കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞു. നനയ്ക്കുന്നതിന്റെ ഒരു കാരണം, അത് കാരണമോ അല്ലാതെയോ നമ്മൾ ഒത്തിരി തിരക്കുകളും ടെൻഷൻസും വെപ്രാളങ്ങളും അനാവശ്യ സമ്മർദ്ദങ്ങളും കൂടുമ്പോൾ അത് നമ്മുടെ മിനിസ്ട്രിയുടെ ഭാഗമാണ്. അവിടെ ശാന്തമായി അല്പസമയം വേറിട്ട് കണ്ടെത്തിയില്ലെങ്കിൽ ഒരു വലിയ അപകടകരമായി മാറും. നമ്മൾ തന്നെ മിസ്ഫയർഡ് ആകുന്ന ഒരു സ്ഥിതിയിലേക്ക്. അതുകൊണ്ട് വിശ്രമം അത്യാവശ്യമാണ്. 44-ാം സങ്കീർത്തനം 10-ാം വാക്യം വേദപുസ്തക അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിശ്രമമാണ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു. നമ്മൾ പലപ്പോഴും സൈലൻസിനെ കുറിച്ചല്ല പലപ്പോഴും പറയുന്നത്. അഭിനയ തിരുമേനി അത് കൂടുതൽ എക്സ്പെർട്ടൈസ് ആണ് അതിന്റെ ആ ഒരു ഭാഷയിൽ കാര്യങ്ങൾ. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഓഫോ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം കൂടുതൽ നമ്മുടെ വായിൽ നിന്ന് ശബ്ദം പുറപ്പെടാതിരിക്കുക എന്നുള്ളതിനപ്പുറമാക്കി അതിന് മറിച്ച് നല്ലൊരു ട്രാൻസ്ലേഷൻ ഉണ്ട്, ലെറ്റ് ലൂസ് എന്ന്. അതായത് ഞാൻ പലപ്പോഴും ഓർക്കുന്നത് ഈ ലെറ്റ് ലൂസ് ആണ് ഇതായിരിക്കും ഭയങ്കര മസിലാണ്. ഞാൻ ഉദ്ദേശിച്ച മസിൽ എന്താണെന്ന് മനസ്സിലായില്ല. സ്റ്റിഫാണ്. സ്റ്റിഫായിട്ടുള്ള ഒരു പ്രയോജനവും ദൈവത്തിനില്ല, സഭയ്ക്കില്ല. സമ്മർദ്ദങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ നമ്മൾ തണുത്ത് ഫ്രീസായി പോവുകയാണ് പലപ്പോഴും. ഇവിടെയാണ് ഈ വാക്കിന്റെ പ്രാധാന്യം. മിണ്ടാതിരുന്നുള്ളതിന്റെ ഒറിജിനൽ ഈ നമ്മൾ അക്സെപ്റ്റഡ് വേർഷൻസ് ഒന്നും അല്ലാത്ത ഒരു ആരോ ട്രാൻസ്ലേറ്റ് ചെയ്ത സാധനമാണ്. അത് സഭ്യമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറില്ല സാധാരണ. സഭ്യമാണ്, പക്ഷെ അത് ഒരു ഡിക്ഷണറി വേർഡൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂലഭാഷയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാക്ക്. ഇവിടുത്തെ പറഞ്ഞിരിക്കുന്നത് മിണ്ടാതിരുന്നു. എന്നാൽ അതിനേക്കാൾ മനോഹരമായ ട്രാൻസ്ലേഷൻ നമുക്കെല്ലാം പ്രയോജനമുള്ള ട്രാൻസ്ലേഷനാണ്. വെപ്രാളങ്ങളില്ലാതെ ഞാൻ ദൈവം എനിക്ക് തോന്നുന്നു ഏറ്റവും കട്ട് ടു ലെറ്റ് ലൂസ് സ്ലാക്കൻ ഈ വാക്കൊക്കെ അയച്ചുവിടുക എന്നതാണ്. ഈ അയച്ചുവിടാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ സെൽഫാണ് കൂടുതൽ. സ്വാർത്ഥതയും നമ്മുടെ സെൽഫും പലതിനു വേണ്ടിയുള്ള ആകാംക്ഷയുടെയും ഒത്തിരി മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ഈ റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് അതിനൊരു പേരിയാണ് വിശ്രമം എന്ന വാക്കാണ്. രണ്ടാമത്തെ വാക്ക് വ്യതിയാനമാണ്. വ്യതിയാനം, ഇവാലുവേഷൻ. ഇവിടെ ഇത് വളരെ ഫണ്ടമെന്റലായിട്ടുള്ള കാര്യമാണ്. ഇവിടെ സംഭവിക്കേണ്ട കാര്യമാണ്. നമ്മൾ എപ്പോഴും ഒരു മീറ്റിംഗ് കൂടിയാലും റിട്രീറ്റ് നടത്തിയാലും ആവശ്യമായ കാര്യമാണ്. വ്യതിയാനം, ഒരു ഇവാലുവേഷൻ ഉണ്ടാകണം. കർത്താവിന്റെ ശുശ്രൂഷയിൽ ഞാൻ അണിയുന്നു, ഞാൻ ഇപ്പോൾ ചെയ്തത് എന്താണ്, ഇതുവരെ ചെയ്തത് എന്താണ് എന്നതിനെ കുറിച്ച്, ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച്, എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, എന്നെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എത്രമാത്രം കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഇതാണ് അത് ഒരു ഇവാലുവേഷൻ. അതിലൊരു മാറ്റം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. വ്യതിയാനം എന്നൊരു മാറ്റം ഉണ്ടാകും. മൂന്നാമത്തെ വാക്ക് വളരെ പ്രധാനമാണ്, വ്യക്തതയാണ്. ഇത് വളരെ 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 പ്രധാനമായ വാക്കായി ഞാൻ പറയും. വ്യക്തത എന്ന് പറയുന്നത് ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. വ്യക്തതയില്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് ദിശയിലേക്ക് പോകുന്നു, എങ്ങോട്ടാണ്, എന്താണ്, എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം നമുക്കുണ്ടാകും. വ്യക്തതയില്ലെങ്കിൽ അവിടെ ഹാവക്കാണ് സംഭവിക്കുന്നത്. ശുശ്രൂഷയെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാകണം. വ്യക്തത നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി നമ്മുടെ ഒരു ദർശനത്തിൽ ഉണ്ടാകാനായിട്ട് ഇടയാകണം. നിങ്ങളൊക്കെ പക്ഷേ കേട്ടിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും. US-ന്റെ പ്രസിഡന്റ് ബാരക് ഒബാമയെ സന്ദർശിക്കാൻ. മേ ബി ഇറ്റ്സ് ആൻ ഇമാജിനറി സ്റ്റോറി, പക്ഷേ അതൊരു രസകരമായ സംഗതി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തു. കണ്ടതല്ലേ, കേട്ടതല്ലേ? ആ സമയത്തെ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ പി എം മോറി എന്ന ജാപ്പനീസ്
തീർച്ചയായിട്ടും ഉടനെ നീ തിരിച്ചു പറഞ്ഞു മീറ്റു, മറ്റേ മീറ്റു അല്ല, എനിക്കും. ഇതാണ് കോമൺ, സിമ്പിൾ, വെരി സിമ്പിൾ, ഒരു പ്രശ്നമില്ല. അപ്പം അതാണ് ടെക്നിക്കലി പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും പറഞ്ഞു, ഇത്രയും പറഞ്ഞു, ബാക്കി ഞങ്ങൾ വന്നു, ഇൻസ്ട്രക്ടേഴ്സ് ഞങ്ങൾ അവിടെ വന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡീൽ ചെയ്യുന്നതാണ്, ഇത്രയും റെഡിയാക്കിയാൽ മതി. അപ്പം ഓക്കെ, മോര് സമ്മതിച്ചു. ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഒബാമയുടെ മുന്നിലോട്ട് ചെന്നു. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തോണ്ട് പറയണമെന്നാണ്. ഷെയ്ക്ക് ഹാൻഡ് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഈ വെപ്രാളം കൂടപ്പുറപ്പായതുകൊണ്ട് ഈ മോറി പെട്ടെന്ന് ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതിന് പകരം ടെൻസ്ഡായിട്ട് ചോദിച്ചത് ഹൂ ആർ യു. അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഒബാമ വാസ് എ ബിറ്റ് എംബാരസ്ഡ്. കാരണം നേരെ ഹൂ ആർ യു ചോദിച്ചു കഴിഞ്ഞാൽ എന്തെടുക്കും. അപ്പം ഒബാമയെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. വളരെ ഫണ്ണിയായി, വളരെ എല്ലാം വിറ്റിയായി പറയുന്നതാണ്, വളരെ തമാശയൊക്കെയാണ് എല്ലാം എടുക്കുന്നത്. അപ്പൊ ആദ്യം ഒന്ന് അമ്പലത്തിൽ പുള്ളി തിരിച്ചോണ്ട് എന്നാൽ തിരിച്ചു ഒരു കോമഡി ഇരിക്കണം കരുതി പുള്ളി പറഞ്ഞു, വെൽ ഐ ആം മിഷേൽ ഹസ്ബൻഡ്, ഞാൻ മിഷേലിന്റെ ഭാര്യയാണ്, ഞാൻ. ഇതാണ് വ്യക്തതയുടെ പ്രശ്നമില്ല. ആരോ പറയുന്നു, എന്തോ പറയുന്നു, എങ്ങോട്ടാണ്, എന്താണ് എന്നില്ലാതെ ഈ മീറ്റു ശുശ്രൂഷയായി അവൻ തള്ളുന്നു, ഞാനും തള്ളുന്നു, എനിക്കൊരു പള്ളി തന്നു, ഞാനും പോകുന്നു. ഈസ് ദെയർ എ ക്ലിയർ വിഷൻ? ഇന്നിന്റെ ആവശ്യമാണ് വരുന്നത്. ഞാൻ ഒരു കാര്യം ഇത് കഴിഞ്ഞ് പറയാം. അത് എന്നെ കാണുന്ന എല്ലായിടത്തും ഞാൻ പറയുന്നത്, എനിക്കൊരിക്കലും ഈ സീനിയർ വൈദ്യുതി അത് പറയുന്ന അഹങ്കാരമാണെന്നല്ല, പക്ഷെ എന്റെ ബേർഡനായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ ഇത് അടച്ചു കൂട്ടേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പോകുന്നത് മുൻപോട്ട്. ഒരിക്കലും ഇതൊരു പെസിമിസ്റ്റിക് സ്റ്റാൻഡ് അല്ല, അങ്ങനെ നിഷേധാത്മകമായോ നെഗറ്റീവായിട്ടോ പറയുന്നതല്ല. അതുകൊണ്ട് ഇന്ന് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ചില ചിന്തകൾ പങ്കിടുകയും, ഞാൻ പറഞ്ഞത് വിശ്രമം, അല്പം റിലാക്സേഷൻ ഇല്ലാതെ അല്പം ശാന്തമായ ഒരു സമയം നമുക്കില്ലെങ്കിൽ ഒരിക്കലും ശുശ്രൂഷ ഫലപ്രദമാകില്ല. ഞാനിപ്പോൾ അത് മനഃപൂർവ്വം ശ്രമിക്കുന്ന ആളാണ്, മനഃപൂർവ്വം ശ്രമിക്കുന്നു. എന്ത് കാര്യം അല്പം മറ്റേ കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ ചെയ്യരുതെന്നാണ് 2010 പട്ടം കിട്ടിയപ്പോൾ ഓർത്ത കാര്യം ചത്ത് പണിയാണ് വേണം, ചത്ത് പണിയാണ്. എനിക്കറിയാം, എവിടെയെങ്കിലും നിങ്ങൾ നനച്ചവരും മിക്കവാറും പേര് ചത്ത് പണിഞ്ഞതിന്റെ ഭാഗമായും പല രോഗികളായിട്ടുണ്ട് പലരും ചത്ത് പണിതാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പിന്നെ മനസ്സിലായി, കമ്മിറ്റ്മെന്റ് വേണ്ടെന്നല്ല പറഞ്ഞത്, ചത്ത് പണിതിട്ട് എന്താ കാര്യം? 40-ാം വയസ്സിൽ ഫീൽഡ് മാറ്റി അതിന്റെ ആവശ്യമില്ല. വി നീഡ് സം റെസ്റ്റ്. ആവശ്യത്തിന് വിശ്രമം ആവശ്യമാണ്. വിശ്രമം എടുത്തിട്ട് കൂടുതൽ അധ്വാനിക്കുന്നത്, ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ടെൻഷൻ അനുമതി കൊടുക്കരുത്. നമുക്ക് ഒത്തിരി പ്രഷേഴ്സ് ഉണ്ട്, അത് രാഷ്ട്രീയമാകാം, അല്ലാത്തതാകാം, എന്തിന് നമ്മൾ എന്തിനാ അത് സമ്മതിക്കുന്നത്? ഈ ടെൻഷൻ എല്ലാം എടുത്ത് മണ്ടയ്ക്കേണ്ട കാര്യങ്ങളുടെ കർത്താവിന്റെ വേദനയില്ല. വെരി സിമ്പിൾ. 2 വ്യതിയാനമാണ്, ഇവാലുവേഷനാണ്. ഒരു കൃത്യമായ ഒരു അവലോകനം നമുക്കുണ്ടാകണം, ഒരു മാറ്റം ഉണ്ടാകണം. 3 വ്യക്തത. 4 കാര്യങ്ങൾ പറയാൻ പറഞ്ഞായിരുന്നു. ഇതൊരു ഫ്യൂവലിംഗ് ആണ്. 4ാമത്തെ പറഞ്ഞ വീര്യമാണ്. എല്ലാം വായുന്ന സംക്ഷിപ്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടി പറഞ്ഞത് കണ്ടുപിടിച്ചത്. അപ്പം വിശ്രമം, വ്യതിയാനം, വ്യക്തത, വീര്യം, ഫ്യൂവലിംഗ് ആണ്. ഡ്രൈഡ് ഔട്ട് എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷൻ ആണ്. തളർന്ന് ക്ഷീണിച്ച അവസ്ഥയിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകാനായിട്ട് ഇടയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ ഒരു ചെറിയൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഇന്നത്തെ ഉടനീളമുള്ളത് നമ്മുടെ ഈ ടോക്കിൽ മാത്രമല്ല, മുന്നോട്ടുള്ള നിങ്ങളുടെ ഒരുമിച്ചുള്ള നിങ്ങളുടെ ഡെലിബറേഷൻസ് ഉണ്ടാകുമെന്ന് ദൈവത്തിലേക്ക് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നതിന്റെ പ്രാരംഭമായിട്ടുള്ള ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷൻ, അത് CSI സഭയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സഭകൾ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, ഭാരതത്തിലെ ക്രൈസ്തവ സഭ എല്ലാം എടുക്കുന്നത്, അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഡിനോമിനേഷന്റെ വ്യത്യാസമില്ലാതെ ഞാൻ ഇതിന് പറയാൻ ആഗ്രഹിക്കുന്ന വാക്ക്, ദിസ് ഈസ് എ ഡിസൈസീവ് ഫേസ്. ഡിസൈസീവ് എന്ന വാക്ക് നമ്മൾ മനസ്സിൽ തട്ടിയിരിക്കണം. ഡിസൈസീവ് എന്ന് പറഞ്ഞാൽ നിർണായകം. നമ്മൾ പറയുന്നത് നാളെ ഒരു കോടതി വിധി ഉണ്ടെങ്കിൽ, വേറെ കോടതി എന്നല്ല, കോടതി വിധി ഉണ്ടെങ്കിൽ നമ്മൾ പറയും ആ വിധി നിർണായകമാണ്. സഭയുടെ അവസ്ഥ അതുപോലെ ഒരു നമ്മുടെ ശുശ്രൂഷയിൽ ചില മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ നിർണായകമാണ്. രണ്ടാമത് ഉപയോഗിക്കുന്ന വാക്ക് ക്രൂഷ്യൽ. ക്രൂഷ്യൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം പരിണത ഫലം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്നതിന്റെ ഫലം തീർച്ചയായിട്ടും നമ്മുടെ ഫ്യൂച്ചറിൽ ബാധിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ, പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല. ഇനിയും വിചാരിച്ചാൽ നമുക്ക് പലതും തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കുറഞ്ഞ പ്രായത്തിൽ പക്വതയിൽ ഞാൻ ധൈര്യത്തോടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഓരോ പള്ളികളിലെയോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെയോ മറ്റു മൾട്ടി ചുമതലകൾ നമുക്ക് ഏത് മേഖലയിൽ വന്നാലും ഈ
മൊമെന്റിൽ നമ്മളൊന്ന് തിരിച്ചു പിടിച്ചാൽ മാറ്റമുണ്ടാകും. ഡിസൈസീവ് ഫേസ് ആണിത്, ക്രൂഷ്യൽ ഫേസ് ആണിത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവ് പത്രോസുമായിട്ടുള്ള കോൺവെർസേഷനിൽ പറയുന്ന വാക്ക് വേൾഡ് ഫേമസ് ആണ്. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. But I am a little worried. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. എന്തിനാണ് ദൈവത്തിന്റെ സഭയെ ജയിക്കില്ല എന്ന് പറയാൻ ഉള്ളുകൊണ്ടിട്ട് നമുക്ക് സാധിക്കുമോ എന്ന് ചിന്തിക്കുക. കാരണം അന്ന് സഭയ്ക്ക് പീഡനം പുറത്തുനിന്നായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, പീഡനത്തിന്റെ അതിപീഡനത്തിന്റെ കൊടും പീഡനത്തിന്റെ മധ്യത്തിൽ കൊടുക്കുന്ന ഉറപ്പാണ് എത്ര കണ്ടാലും സഭ നിൽക്കും, ദൈവത്തിന്റെ സഭ നിൽക്കും. ഇന്നത്തെ പരിഹാരമുണ്ടോ? അപകടകരമായ നിർവികാരത നമ്മളെ ഗ്രസിച്ചിരിക്കുന്നു. ഇതൊരു പ്രയാസമാണ്. തെറ്റായ ഒരു സംതൃപ്തി നമ്മളെ ഇത് ഗ്രസിച്ചിട്ടുണ്ട്. നിർവികാരതയുണ്ട്, തെറ്റായ സംതൃപ്തിയുണ്ട്, മന്ദതയുണ്ട്, ജാഗ്രത കുറവുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റമാണ് നമ്മൾ ഇന്ന് നിയതമായി ആഗ്രഹിക്കേണ്ടത്. ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനൊരു വാക്ക് സൂചിപ്പിച്ചിട്ട് ഇന്ന് ഈ ഒരു അര മണിക്കൂർ 40 മിനിറ്റിനുള്ളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു റിഫ്രഷർ എന്നാണ്. ഞാൻ ഇതിന്റെ പേര് റിഫ്രഷർ എന്നല്ലെങ്കിൽ ഒരു എന്താ പറയുക, റെമേഡിയൽ എന്ന് സാധാരണ നമ്മൾ പറയും. റെമേഡിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ റെമേഡിയൽ പഠിപ്പിക്കാന്നല്ല. പക്ഷെ ഞാൻ പറയുന്നത്, എന്നെ വിളിച്ചിവിടെ വന്നു എനിക്ക് ഒരു ടോക്ക് എടുക്കാൻ അവസരം നൽകി. പക്ഷെ ഞാൻ ഇനി ഇവിടെ പോയി ഇതാണ് ആവശ്യം. ഞാൻ ഇതൊന്നും പുതുമയുള്ള കാര്യങ്ങളല്ല. പക്ഷെ നമുക്ക് ഇന്ന് ആവശ്യം പഴമയിലെ ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയും. ഇന്നൊരു ഓർത്തെടുക്കലാണ്. അത് കുറെ വാക്കുകൾ ഞാൻ സംഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കും. അതിന് മുൻപേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിൽക്കുന്നതിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകേണ്ടത്. നമ്മൾ ഈ പുതുക്കം എന്ന വാക്ക് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, പുതിയ നിയമത്തിൽ പുതുക്കം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒരുപാട് വാക്കുകളുണ്ട്. അതിൽ പ്രിഡോമിനന്റ്ലി പോളൈൻ യൂസേജ് ആണ് അന എന്ന വാക്ക്. അതിൽ അന എന്ന പ്രൊപ്പോസിഷൻ ഉണ്ട്. ഈ അന എന്ന വാക്ക് പ്രൊപ്പോസിഷൻ എന്നത് അപ്പൻ ഉയരം, അന. അതിന്റെ കൂടെയാണ് ഈ പ്രൊപ്പോസിഷനെ, ഈ വാക്കിനെ ഇന്റൻസിഫൈ ചെയ്യാനാണ് പ്രൊപ്പോസിഷൻ ചേർത്തിരിക്കുന്നത്. അന പ്ലസ് കൈനോ, റിന്യൂ, എന്യൂ, മേക്കിംഗ് എന്യൂ. അപ്പം അന കൈനോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പുതുക്കം 24 മണിക്കൂർ പറഞ്ഞ് നിർവൃതിയാണ്. എത്ര കൺവെൻഷൻ പ്രസംഗിക്കുമ്പോഴും പള്ളി പറയുന്നത് പുതുക്കം പുതുക്കം. എന്താ പറയുന്നത്? പുതുക്കം എന്താണ്? അന കൈനോ എന്താ പറയുന്നത്? റിന്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇതാണ്. പ്രിയപ്പെട്ടവരെ പറയട്ടെ, അതാണ് നമുക്ക് വേണ്ട ശുശ്രൂഷയിൽ. മൂവിങ് ഫ്രം വൺ സ്റ്റേജ് ടു എ ഹയർ വൺ. ഇത് സംഭവിക്കണം. മൂവിങ് ഫ്രം എ ഹയർ സ്റ്റേജ് ഫ്രം the current stage, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഒരു ഉദാത്തമായ ഇടത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ പുതുക്കം മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രിഗേഷനിലെ ഒരാളും മനസ്സിലാക്കാത്ത പ്രയോജനം ഉണ്ടാക്കുന്നത് പുതുക്കം. ചുരുക്കത്തിൽ ഒരു ക്വാളിറ്റേറ്റീവ്ലി ന്യൂ തിങ്, ഗുണപരമായ ഒരു മാറ്റമാണ് അവിടെ നമുക്കുണ്ടാകുന്നത്. നമ്മൾ ഈ സാധാരണ മലയാളികൾ പറയാൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗമാണ്, വേറെ ലെവലാണ്, സിനിമയാണ്. ശരിക്കും പുതുക്കം വേറെ ലെവലാണ്. നമ്മൾ ഈ രീതിയല്ല ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഗുണപരമായ ഒരു മാറ്റത്തിലേക്ക് പോകാനായിട്ട് ഇടയാകും. പഴയതിൽ തന്നെ ഞാൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ, ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ച പേപ്പർ ഇപ്പോഴും എന്റേതുണ്ട്. സർമൺ, ആ പള്ളി പ്രസംഗിച്ച സർമൺ ഈ വരുന്ന ഞായറാഴ്ച എന്റെ തിരക്ക് കാരണം ഞാൻ അത് തന്നെ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പുതുക്കം ഞാൻ പറയാനായിട്ട് സാധിക്കില്ല. ഈ ഇങ്ങോട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ആളൊക്കെ അറിയത്തില്ല. ഒരു കുടുംബം ഹെലികോപ്റ്ററുകാരൻ പോയതാണ്. ഒരു ഹെലികോപ്റ്ററുകാരൻ പോയിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു യങ് പൈലറ്റാണ്, ചെറുപ്പക്കാരനായ പൈലറ്റ്. അവര് ഈ 8 പേര് കുടുംബത്തിൽ നല്ല നമ്പറുള്ള കുടുംബമാണ്. അപ്പോൾ അത് ഈ ചെറുപ്പക്കാരനായ പൈലറ്റ് ഇവരെ കണ്ടപ്പോൾ 8 പേർ ഒരുമിച്ച് കയറാൻ പറ്റത്തില്ല, ഇത് അപകടമാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഗൃഹനാഥൻ, കുടുംബത്തിന്റെ ഗൃഹനാഥൻ അവരോട് കയറി സംസാരിക്കും. കുറച്ചു നേരം സംസാരിക്കും. ഈ ആർഗ്യുമെന്റ് മൂത്തപ്പം, വഴക്ക് മൂത്തപ്പം ഈ ഗൃഹനാഥൻ ഈ പൈലറ്റിനോട് പറഞ്ഞു, ഒരു കഴിഞ്ഞ വർഷം ഞങ്ങളും അത് കയറില്ല, നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനല്ല, അങ്ങനെ ഈ പ്രശ്നമില്ലായിരുന്നു. അവസാനം വഴക്ക് ഗതികെട്ട് ഈ ചെറുപ്പക്കാരനായ പൈലറ്റിനെ സംബന്ധിച്ചു കയറിക്കോളാം എന്തെങ്കിലും പറ്റുന്നത്. 8 പേര് കൂടെ ഹെലികോപ്റ്ററിൽ കയറി. പേടിച്ചത് തന്നെ സംഭവിച്ചു. കുറെ മുന്നോട്ട് പോയി കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേന് ഇത്രയും ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞ അപകടം തന്നെ ഇത് എല്ലാവരും കൂടെ ഈ ഇതിന്റെ ബാലൻസ് തെറ്റി നേരെ നിലപ്പതിച്ചു. പക്ഷെ ഭാഗ്യവശാൽ ചതുപ്പിലാണ്. ചതുപ്പിൽ വീണത് കൊണ്ട് ആർക്കും ഒന്നും പറ്റില്ല. പക്ഷെ വീണതിന്റെ ഷോക്കിൽ എല്ലാവരുടെയും ബോധം പോയി. എല്ലാവരും ബോധമില്ലാതെ. അപ്പൊ ആദ്യം ബോധം വന്നത് ഈ പൈലറ്റിനാണ്, ചെറുപ്പക്കാരനായ പൈലറ്റ്. അങ്ങനെ കണ്ടു തോന്നിട്ട് നമ്മളിത് എവിടെയാണ് വീട് കിടക്കുന്നത്. ഉടനെ രണ്ടാമത് ബോധം വന്നത് ഈ ഗൃഹനാഥനാണ്. എല്ലാത്തിനും കാരണക്കാരനായ ഗൃഹനാഥൻ. അങ്ങനെ പറയാം, കഴിഞ്ഞ വർഷം ഒരുക്കി മാറിയാണ്. അല്പം പോലും വ്യതിയാനം ജീവിതത്തിൽ
ജീവിതത്തിൽ ഇല്ലെങ്കിൽ പുതുക്കം അവിടെ സ്വാർത്ഥമാകില്ല. ഞാൻ ഇത്രയും പറഞ്ഞ ഈ ഭാഗത്തേക്ക് വരട്ടെ. ബാക്ക് ടു ദ ബേസിക്സ്. നമ്മുടെ റോളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അല്പസമയം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരാണ് എന്നുള്ളതിന്റെ മിനിസ്റ്റീരിയൽ ചലഞ്ചസിന്റെ മധ്യത്തിൽ ഒരുപാട് വൈഡ് റേഞ്ച് മീനിങ് ഉള്ള ഒരു വാക്കാണ് മിനിസ്ട്രി എന്ന വാക്ക്, മിനിസ്റ്റർ എന്ന വാക്ക്. ഞാൻ അതിൽ എന്നെ സ്വാധീനിച്ച ഒരു ഡെഫിനേഷൻ പറയട്ടെ. ആ ഡെഫിനേഷൻ ഇങ്ങനെയാണ്. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് ഒന്ന് തട്ടിച്ചു നോക്കിയാൽ നല്ലതാണ്. ഇങ്ങനെയാണ് ഡെഫിനേഷൻ കിടക്കുന്നത്. ഇതിനകത്തെ ഗോൾഡൻ വേർഡ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാനതൊന്ന് വായിക്കാം. മിനിസ്ട്രി ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സെൽഫ് for another's advancement. Ministry is an investment of self for another's advancement that requires vision and daily devotion. അതായത് എന്നോട് പറയാം, an investment of self for another's advancement that requires vision and daily devotion. ദിനംതോറുമുള്ള ജ്ഞാനവും കൃത്യമായ ദർശനവും ആവശ്യമുള്ളതും മറ്റൊരാളുടെ ഉയർച്ചയ്ക്ക് പുരോഗതിക്കായി ഒരാളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മിനിസ്ട്രി. ഇതിനകത്തെ ആപ്തവാക്യം നമ്മളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇൻവെസ്റ്റിംഗ് സെൽഫ്, നമ്മുടെ സെൽഫിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഇൻവെസ്റ്റിംഗ് സെൽഫ് എന്തിനാണ്? ഈ ഇൻവെസ്റ്റിംഗ് സെൽഫ് ആണ് പ്രശ്നം. ഇൻവെസ്റ്റിംഗ് സെൽഫ് ഫോർ സം അതർ ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മളുടെ ഈ ഇൻവെസ്റ്റ് എന്നുള്ള വാക്ക് ഭയങ്കര ലേറിയാണ്, ഭയങ്കര ക്യാച്ചാണ്. അവിടെ അധികാരമുണ്ട്, പണമുണ്ട്, പ്രശസ്തി, പേര്, ഇതെല്ലാം ഉണ്ട്. ഇതിനായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന് അപ്പുറമായി നമ്മളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. അതിലെ ഗുണമെന്ന് പറയുന്നത് അടുത്തയാൾ ഇതിന്റെ ഗുണം അനുഭവിക്കാനായിട്ടാണ്. മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി, സൗഖ്യത്തിനായി നമ്മളെ തന്നെ പൂർണ്ണമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന ദർശനം ആവശ്യമുള്ള ഒരു സംഗതിയാണ്, പ്രക്രിയയാണ് മിനിസ്ട്രി എന്ന് പറയുന്നത്. ഇതിന് ആധാരമായിട്ട് ഒരു വേദഭാഗമുണ്ട്. 1 പത്രോസ് 4:10. അതിങ്ങനെയാണ് പറയുന്നത്. 1 പത്രോസ് 4:10 പറയുന്നത്, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല വിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിക്കും. അത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മളെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ദൈവം നൽകിയ കഴിവുകളും താലന്തുകളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ സെൽഫ് ഇൻവെസ്റ്റ്മെന്റിന് 3 പ്രത്യേകതകളുണ്ടാകും. അത് ചോദിക്കുക, നമ്മളോട് തന്നെ ചോദിക്കുക. ഇന്ന് ഈ ക്ലർജി കോൺഫറൻസിൽ നമ്മളിവിടെ മറ്റെല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് മിനിസ്ട്രിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതാണ് ബോധത്തോടെ വന്നെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റിന് 3 കാര്യങ്ങളുണ്ടാകും. ഒന്ന്, ആവർത്തന പുസ്തകം 6:25 നമ്മളെല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് വായിക്കുന്നതാണ്. എന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അങ്ങനെയെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി ഹോൾ ഹാർട്ടഡ്. പൂർണ്ണമായ മനസ്സോടെ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു സമർപ്പണമാണ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആകണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറയുന്നു, നമ്മൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇൻവെസ്റ്റ് ചെയ്തത്? നമ്മൾ മാത്രമല്ല, നമ്മുടെ അപ്പനും അമ്മയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പനമ്മമാരും പക്ഷേ ജീവനോടില്ലാത്ത ആളുകളാണെങ്കിൽ ഓർക്കുക, അപ്പനമ്മമാരും നമ്മുടെ ഭാര്യമാരും ഈവൻ നമ്മുടെ മക്കളും കൂടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ശുശ്രൂഷ മുന്നോട്ട്. ഇൻവെസ്റ്റ് എന്ന വാക്ക് ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. അവർ ഹോൾ ഹാർട്ടഡായി, നമ്മൾ മാത്രമല്ല, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ നമ്മളും അവരും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് മനോഹരമായി മാറിയത്. ഈ എന്നെ വൈദികനാക്കണം എന്ന ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. ഞാൻ സുവിശേഷ വേദനയുള്ളത് ചെറുപ്പത്തിൽ, കാരണം എൻ്റെ അപ്പനും അമ്മയും സ്ഥിരമായ പള്ളിയോട് തന്നെ ചേർന്ന ഒരു സുവിശേഷാലയമുണ്ട്. അപ്പോൾ അവിടെ സ്ഥിരമായി ഈ സുവിശേഷാലയത്തിൽ എല്ലാ പ്രാവശ്യവും പോകും. അവരുടെ ആഗ്രഹം ഞാൻ സുവിശേഷ വേദനയാണ്, എൻ്റെ ആഗ്രഹം തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ മുൻപോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ഇടവകയിലിരുന്ന അച്ഛന്മാർ, അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ചില അച്ഛന്മാരുടെ ശുശ്രൂഷകളാണ് എന്നെ വൈദിക ശുശ്രൂഷയിലേക്ക്, എന്റെ കാര്യങ്ങളാണ് ബുക്കി നിൽക്കി അറിയുന്നത്, വൈദിക ശുശ്രൂഷയിലേക്ക് എന്നെ ഡ്രൈവ് ചെയ്യും. അപ്പോൾ അത് മുന്നോട്ട് പോയി അങ്ങനെ ഒരു പട്ടക്കാരനാകണം തീരുമാനിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാനും എൻ്റെ മൂത്തൊരു സിസ്റ്ററും എനിക്ക് ഒരു ബ്രദർ അടുത്തത്. ഞാൻ
ഏറ്റവും ഇളയാണ്. എന്റെ സിസ്റ്റർ എന്നൊക്കെ 10 വർഷം മുമ്പാണ്. 1997 ഞാൻ പ്രീഡിഗ്രി പഠിച്ചു. ഈ ഡിസിഷൻ എല്ലാം എടുത്തതിന് ശേഷമാണ് ഏറ്റവും ഗുരുതരമായ ലുക്കീമിയ, അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന രോഗം വന്ന എന്റെ ഏറ്റവും ചേട്ടൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അന്ന് മുതൽ എന്റെ അപ്പനും അമ്മയും വല്ലാതെ, സ്വന്തം മകൻ അന്നൊക്കെ അറിയാം എന്റെ ഭാര്യയുടെ ബുദ്ധിമുട്ടുകളൊക്കെ. അന്ന് വരെ ഒരു നോർമൽ ആയിട്ട് ജീവിച്ചിരുന്ന അവർക്ക് നോർമൽ ആണെന്നല്ല പറഞ്ഞത്, മറിച്ച് പ്രയാസമാണ്. അപ്പോൾ അവർക്ക് വേണേൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം, ഇനി ഒരു മോനെ ഉള്ളൂ, ഞങ്ങളോട് ഇരിക്കട്ടെ എന്ന് പറയാമായിരുന്നു. ഇല്ല, അവർ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഇന്നലെ ഞാൻ എന്റെ ഫാദർ 2022 മരിച്ചു. ഇന്ന് എന്റെ അമ്മ മാത്രമാണ് എന്നോട്. ഇന്നലെ വീട്ടിൽ നടക്കുമ്പോൾ ആ മുഖത്ത് നല്ല പ്രയാസമുണ്ട്. എനിക്കറിയാം, കാരണം എന്നാ പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ പോകേണ്ട ഒരു വാക്ക് പറയുന്നു, ഒരിക്കലും പറയില്ല. കാരണം അമ്മ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും പോകണ്ടെന്ന് പറയാം. പക്ഷെ മനസ്സ് വേദനിക്കുന്നു. വേദന എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വേദനയല്ല. ഞാൻ കുറച്ചു നേരം ഇല്ലെന്ന് പറഞ്ഞ സാക്രിഫൈസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുമ്പോഴും എന്തെങ്കിലും സാക്രിഫൈസ് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ്, അതാണ് എന്ന് പറയുന്നത്. മുഴുവൻ സമർപ്പണത്തിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാം. ഈ നഷ്ടങ്ങൾ പണയം വെക്കുന്നതാണ് ആ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ചിന്തയിങ്ങനെ വായിച്ചിട്ടില്ല, ആർട്ട് ഓഫ് ലൂസിംഗ്. ആർട്ട് ഓഫ് ലൂസിംഗ് പൂർണ്ണ ഹൃദയത്തിന്റെ, പൂർണ്ണ മനോഭാവത്തിന്റെ ഒരു ഭാഗമാണ്. ലൂസിംഗ് നഷ്ടപ്പെടുത്തുന്ന ഒരു കലയാണ്. ചിലത് നഷ്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ചില കഴിവുകളാകാം, താലന്തുകളാകാം ദൈവത്തിന് വേണ്ടി, നമ്മുടെ സ്വത്തുവകളാകാം, നമ്മുടെ എന്തും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് വേണ്ടി നൽകുമ്പോൾ ചില നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ഹോൾ ഹാർട്ടഡ് ആണ്. 2 പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സംഖ്യാപുസ്തകത്തിൽ 25-ാം അധ്യായം 11 മുതൽ 14 വരെ ഫീനഹാസിനെ കുറിച്ചാണ് പറയുന്നത്. ഒറ്റ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയമില്ല. 25-ന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ അവിടെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഇൻവെസ്റ്റ്മെന്റ് പൂർണ്ണ മനസ്സോടെ, സംതൃപ്തിയോടെ, നല്ല മനസ്സോടെ ആയിരിക്കണം. രണ്ടാമത്, നല്ല മനസ്സ് മാത്രം പോരാ, ഒരു തീഷ്ണത ഉണ്ടാകണം. അവിടെ ദൈവത്തിന് വേണ്ടി തീഷ്ണതയുള്ളവനായി ശുശ്രൂഷ ചെയ്ത ഫീനഹാസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ആയതിനാൽ അവനും അവന്റെ സന്തതിക്കും നിത്യ പൗരോഹിത്യം ലഭിച്ചു എന്നാണ്. ഒരുപാട് കാര്യം അവിടെ പറയുന്നുണ്ട്. ഞാൻ മാത്രം പറയട്ടെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നിടത്ത് തീഷ്ണതയോടെ, എരിവോടെ നമ്മുടെ ശുശ്രൂഷ നിർവഹിക്കാൻ കഴിയില്ല. 2. മൂന്നാമതായും അവസാനമായിട്ടും പെർഫെക്ഷൻ ഇൻ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ടബിൾ ആണ് എന്ന് പറയുന്നു. കാരണം നമ്മൾ ആരും പൂർണ്ണരല്ല എന്നൊരു കാര്യമുണ്ട്. എങ്കിലും ഈ വാക്ക് മറക്കണ്ട. അതിന് ആധാരമായുള്ള വേദഭാഗം നമ്മുടെ ക്രിസ്തുവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, വലിയ മഹാപുരോഹിതനെ കുറിച്ച് എബ്രായ ലേഖനത്തിന്റെ തിയോളജിയിൽ പറയുന്നതാണ്. 7-ാം അധ്യായം 26-ാം വാക്യത്തിൽ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ. ഹീബ്രൂസ് 7:26. എബ്രായർ 8:6 പറയുന്നു മിനിസ്ട്രി സുപ്പീരിയർ ടു ഓൾഡ് ടെസ്റ്റമെന്റ് പ്രീസ്റ്റ്. പഴയ നിയമ പൗരോഹിത്യത്തെക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ശുശ്രൂഷ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ, ക്രിസ്തു എന്ന പുരോഹിതൻ. അവിടെ സൂചിപ്പിക്കുന്ന വാക്ക് പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയുടെ പെർഫെക്ഷനെ കുറിച്ചാണ്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ. നമുക്ക് നെഞ്ചിൽ കൈതൊട്ട് പറയാൻ കഴിയണം, ബ്ലെയിംലെസ്. കറ തീർന്ന പട്ടക്കാരൻ. കറ പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ. ബ്ലെയിംലെസ് എന്നുള്ള വാക്ക് ഇവിടെ പറയുന്നു ക്രിസ്തുവിനെ കുറിച്ച്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ. ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത് മിനിസ്ട്രിയുടെ ഒരു ഡെഫിനിഷനാണ്. ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ സെൽഫ് ഫോർ സം അതേഴ്സ് അഡ്വാൻസ്മെന്റ്. മറ്റുള്ളവരുടെ ക്ഷേമത്തിനും സൗഖ്യത്തിനുമായി എന്നെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് 3 മനോഭാവത്തിലുണ്ടാകണം. 1, അത് പൂർണ്ണ ഹൃദയത്തോടെ ആകണം, പൂർണ്ണമായ സമർപ്പണം ഉണ്ടാകണം, ചില നഷ്ടങ്ങൾ ഉണ്ടാവാം. 2, അത് വ്യക്തമായ തീഷ്ണതയോടെ, തീവ്രതയോടെ, ഇൻവെസ്റ്റ്മെന്റ്, തീഷ്ണത നഷ്ടപ്പെടാനിടയാക്കുന്നത്. 3, പെർഫെക്ഷൻ ആണ്. പെർഫെക്ഷൻ എന്ന് പറയുന്നത് നിഷ്കളങ്കമായി, നിർമ്മലമായി, നിർദോഷമായി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമുക്കിടയാകും. പുതിയ നിയമത്തിൽ ശുശ്രൂഷകരെ കുറിച്ച് ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്കുകൾ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ആ വാക്കുകൾ ഇന്ന് നമ്മൾ നേരിടുന്ന, നമ്മൾ പ്രതികരിക്കേണ്ട ചില വെല്ലുവിളികൾ. ഈ 15 അരമണിക്കൂറോ 15 മിനിറ്റ് കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ ഇന്ന് പാസ്റ്റർ മിനിസ്ട്രി നേരിടുന്ന വെല്ലുവിളികളെല്ലാം നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ റിട്രീറ്റ് മാത്രമേ സാധിക്കത്തുള്ളൂ. കോൺഫറൻസുകൾ മുന്നോട്ട് പോകും. പക്ഷെ ഞാൻ ഇന്ന് ബേണിംഗ് ആയിട്ടുള്ള ചില ഇഷ്യൂസ്, അത് ഈ നമ്മുടെ റോൾ എന്തൊക്കെയാണ് എന്നതിനെ ആസ്പദമാക്കി പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പുതിയ നിയമത്തിൽ മിനിസ്റ്റേഴ്സിനെ, പട്ടത്തമെന്നുള്ളത് മാത്രമല്ല, ശുശ്രൂഷകരെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകളുണ്ട്, ചില ഗ്രീക്ക് വാക്കുകളുണ്ട്. ഇതൊരു റിമൈൻഡറാണ്. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാക്ക് ടു ദ ബേസിക്സ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന
അവസാനിപ്പിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു there are some terms related to ministry or minister. ഒന്നാമത്തെ വാക്ക് അടിസ്ഥാനപരമായ വാക്കാണ്. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും അത് അറിയാതില്ല. അത് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന വാക്കാണ് ഡിയക്കോണോസ്. DIAKONOS. അത് കറക്റ്റ് ഡിയക്കോണോസ് എന്ന് തന്നെയാണ്. ഡിയക്കോണോസ്, ഡയക്കോണോസ് അല്ല, ഡിയക്കോണോസ് ആണ്. ഡിയക്കോണോസ് എന്ന് പറഞ്ഞാൽ സെർവന്റ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരിടത്ത് പറഞ്ഞ വേലക്കാരൻ, വേറൊരിടത്ത് ശുശ്രൂഷക്കാരൻ. ഇതിന്റെ TDNT തിയോളജിക്കൽ ഡിക്ഷണറി ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റിൽ അത് നോക്കിയാൽ ഈ വാക്കുകൾക്ക് ഒരു വാക്കിന് തന്നെ 10 പേജാണ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ. അവിടെ കൊടുത്തിട്ടുണ്ട് ഈ വാക്കുകൾ താഴെ. ഇത് നമുക്ക് അറിയാവുന്നതാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റാത്ത എന്തെങ്കിലും ഞാൻ ഈ പറയുന്നതിലുണ്ടോ എന്ന് നോക്കുമോ? ഡിയക്കോണോസ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ശുശ്രൂഷക്കാരൻ, വേലക്കാരൻ. ഇത് അച്ഛന്മാരെ സൂചിപ്പിക്കുന്ന വാക്കാണ്, ശരിയാണ്. നമ്മുടെ മനസ്സിൽ ഇതിനെ കുറിച്ച് അറിവുണ്ട്. പക്ഷേ അതിനപ്പുറമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ചിന്തിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഡിയക്കോണോസ്. ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം. പദവികൾ, അധികാരം, ശ്രേഷ്ഠത വഹിച്ചുകൊണ്ട്, അതായത് പദവി നല്ലതാണ്, അധികാരം നല്ലതാണ്, ശ്രേഷ്ഠത ഇത് വഹിച്ച് ദൈവാലയ കർമാനുഷ്ഠാനങ്ങൾ നടത്തി വന്ന പുരോഹിതൻ അല്ല, എഴുതി വെച്ചോ, അതല്ല ഡിയക്കോണോസ്. അതായത് പദവികൾ, അധികാരം, ശ്രേഷ്ഠത വഹിച്ച് ദേവാലയ കർമാനുഷ്ഠാനങ്ങൾ നടത്തി വന്ന പുരോഹിതനെ സൂചിപ്പിക്കുന്ന വാക്കല്ല ഡിയക്കോണോസ്. ഇത് വളരെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. സ്നാനമുണ്ട്, വിവാഹമുണ്ട്, കൂട്ടായ്മ നടത്തുന്നുണ്ട്, വേണമെങ്കിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്, ക്ലർജി കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്, അനുഷ്ഠാനം കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്, അധികാരം ഉപയോഗിച്ച്, സ്വാധീനം ഉപയോഗിച്ച്. ഡിയക്കോണോസ് അതല്ല, അങ്ങനെയുള്ളതിനെ സൂചിപ്പിക്കാനല്ല, മറിച്ച് ഇതിനൊരു മറ്റൊരു അർത്ഥമുണ്ട്. ഡിയക്കോണോസ് ഈ വാക്ക് എന്നെ ചിന്തിപ്പിച്ച വാക്കാണ്. ക്രിസ്ത്യാനികൾക്കും ക്രിസ്തേതരർക്കും ഏത് സഹായവും ചെയ്യാൻ ബദ്ധശ്രദ്ധരാകുന്നതാണ് ഡിയക്കോണോസ് എന്ന് പറയുന്നത്. സംശയം ഈ പദം എന്നാണ് നമുക്ക് കൈവശം വന്നത്? ഡിയക്കോണോസ്, സെർവന്റ് എന്ന വാക്കിനെ നമ്മൾ ഒതുക്കിക്കളഞ്ഞു. ശുശ്രൂഷ എന്ന വാക്കിനെ നമ്മൾ വല്ലാതെ ജയിപ്പിക്കളഞ്ഞു. അതിനെ ലിമിറ്റ് ചെയ്യും, വല്ലാതെ പരിമിതപ്പെടുത്തി. കംഫർട്ടബിൾ അല്ലേ? ഇത് സൗകര്യം. ഞാൻ ഉപായം സെർവന്റാണ്, ദേവാലയ കർമാനുഷ്ഠാനങ്ങൾ നടത്തുന്നു, നിരന്തരം മുന്നോട്ട് പോകും. അതിനേക്കാൾ അപ്പുറമായി ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യാനികളല്ലാത്തവർക്കും ഏത് കാര്യത്തിലും സഹായം ചെയ്യുന്നതിന് ബദ്ധശ്രദ്ധരാകാമെന്ന ആശയം ഇതിന്റെ ഹെലനിസ്റ്റിക് കോണ്ടെക്സ്റ്റിൽ, ഏർലി ക്രിസ്ത്യാനിറ്റിയുടെ പശ്ചാത്തലത്തിൽ, അന്നത്തെ ഗ്രെക്കോ റോമൻ പശ്ചാത്തലത്തിൽ ഈ വാക്കിന്റെ അർത്ഥം അവിടെയാണ് നമ്മൾ ഇതിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിയക്കോണോസ് എന്ന വാക്കിന്റെ അർത്ഥം ചുരുക്കത്തിൽ അവിടെ ഒരു കാര്യം ചേർത്ത് പറയണം കേട്ടോ. താണതലത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. അത് നമുക്ക് അറിയാവുന്ന പറച്ചില്ലേ, എനിക്കൊരു പറച്ചില്ല ശുശ്രൂഷ ഇതാണ്. ഞങ്ങൾക്ക് അവിടെ പറയാം എളിയ കർത്താവിന്റെ ശ്രേഷ്ഠത. ഡിയക്കോണോസ് അതിന്റെ ഇംപ്ലിക്കേഷനാണ്. രണ്ടാമത്തെ വാക്ക് നമുക്കറിയാവുന്ന വാക്കാണ്. സത്യത്തിൽ ഈ വാക്കൊക്കെ പറയണോ എന്നുള്ളതാണ് സംശയം. പൗലോസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇത് മിനിസ്ട്രിയെ സംബന്ധിക്കുന്ന വാക്കാണ്. അത് ഡൂലോസ്. അതറിയാത്ത ആരുമില്ല, അടിമ. ഡിയക്കോണോസ് ശുശ്രൂഷകനാണെങ്കിൽ ഡൂലോസ് അടിമയാണ്. ഈ അടിമ എന്നുള്ളത് പലപ്പോഴും നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ശരിക്കും വന്ദനമേശ്വരാകുന്ന പാട്ട് എല്ലാവർക്കും അറിയാം. ആ പാട്ട് നമുക്ക് വരുമ്പോൾ പാട്ടില്ലേ, പലപ്പോഴും മാത്രം നമ്മുടെ പാട്ടുകളിൽ പോലുള്ള വാക്കാണ് അടിയാൻ. ശുശ്രൂഷ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു വാക്കാണ്. ഇതൊരു മെയിൻലി പ്രിഡോമിനന്റ്ലി പോയിന്റ് യൂസേജ് ആണ് ഡൂലോസ് എന്നത്. ആ പൗലോസ് പറയുന്ന യേശുവിന്റെ ബന്ധനാണ് ഡൂലോസ് എന്ന വാക്ക്. മൂന്നാമത്തെ വാക്കിന് കുറച്ചുകൂടെ ആഴമുണ്ട്. ഇന്നത്തെ കണ്ടംപററി ഇഷ്യൂസുമായിട്ട് അതിനെ ചേർത്ത് വായിക്കാനാണ് പറഞ്ഞ രണ്ടെണ്ണം അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒന്ന് ഡിയക്കോണോസ് ആണ്. അതെന്താണ്? നമ്മുടെ സഭാംഗങ്ങളെ മാത്രമല്ല ക്രിസ്ത്യാനികളുടെയും അവരുടെയും ക്ഷേമവും സൗഖ്യവും സമാധാനവും നമ്മുടെ ലക്ഷ്യം കാണണമെന്ന് പറഞ്ഞു അതോടൊപ്പം താഴ്ന്ന രീതിയിലുള്ള ശുശ്രൂഷ നിർവഹിക്കാണ് ഡിയക്കോണോസ്. രണ്ടാമതിലും ഇൻഫീരിയർ ആണ് ഡൂലോസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ വാക്ക് പൊയ്മേൻ, അതാണ് ഇടയൻ, ഷെപ്പർഡ്. പൊയ്മേൻ എന്ന വാക്ക് അല്പമാണെങ്കിൽ നമ്മൾ നോക്കണം. സത്യത്തിൽ ഷെപ്പേർഡ് ആണല്ലോ, നമ്മൾ ഇടയന്മാരാണെന്നാണ് പറയുന്നത്.
ഈ ഇടയിലാകുമ്പോൾ അവിടെ വേണ്ട ചില കാര്യങ്ങൾ. എവിടെയോ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. There are 3 C's. ABC. There are 3 C's in a shepherd. ഒരു ഇടയിൽ 3 C ഉണ്ടെന്ന് പറയാം. ആ 3 C വളരെ പ്രസക്തമാണ്. ഇതൊന്ന് ചിന്തിക്കാം. ഇവാലുവേഷൻ നടത്തിയാൽ നല്ലതാണ്. ഒന്നാമത്തേത് കെയറിംഗ് ആണ്. 2 കറേജ് ആണ്. കറേജ് എന്ന് പറഞ്ഞാൽ എന്ത് റിസ്ക് എടുക്കുന്നു എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ ഞാൻ പരിരക്ഷിക്കും. അവരെ ആരോഗ്യമുള്ളവരായി, ആത്മീയ ആരോഗ്യമുള്ളവരായി കാക്കുക. ഇതാണ് കറേജ്. അത് ധൈര്യം റിസ്ക് എടുക്കുക. 3ാമത്തേത് കൗൺസിലാണ്, മാർഗനിർദ്ദേശം. കൃത്യമായ മാർഗനിർദ്ദേശം കൊടുക്കുക. ചിലപ്പോൾ ചില മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ ഇടവകയിലെ ജനങ്ങൾക്ക് രസകരമല്ലാതൊന്നും, അവരെല്ലാം കളിക്കുന്നില്ല, എന്നാലും പറയാം. പക്ഷെ പറഞ്ഞു നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇടയനല്ല, പറഞ്ഞു നിർത്തുന്നതിനോടൊപ്പം ഒരു തലോടൊരു അപ്പുറത്തുണ്ട്. അവിടെ തീരത്തില്ലേ പലരും? ഒന്ന് ആലോചിച്ചു. അവിടെ തീരുമെങ്കിൽ ഏറ്റവും അവിടെയാണ് ഇടയന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇടയൻ കൗൺസിൽ കൊടുത്തിട്ട് പോവല്ല. കൗൺസിൽ കൊടുത്ത സമയത്ത് ആ ആൾക്ക് ഉള്ളിൽ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരീരം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വൃക്ഷത്തായി, പിന്നെ സ്നേഹത്തെ പ്രസംഗിക്കാൻ പറ്റില്ല, പിന്നെ പിണക്കമാണ്, കലഹമാണ്. എന്നാൽ ഈ പറഞ്ഞ നിമിഷം തന്നെ ഞാൻ സ്നേഹത്തിലാണ് ആ വ്യക്തിയോട് പറയുന്നില്ല, ചേർത്തിരിക്കരുതോ. അവിടെയാണ് കൗൺസിലിന്റെ പ്രാധാന്യം വളരെ പ്രാധാന്യമായിട്ട് കൊടുക്കുന്നത്. ഞാൻ അതിനകത്ത് ഒരു ചിന്ത ചേർത്തുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ നമ്മളിത് എത്രമാത്രം നമുക്കതിൽ നമ്മുടെ ആളുകളെ കുറിച്ച് തീഷ്ണതയുണ്ട്. ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാം ഏത് ഡയസിസ് കിട്ടും, എല്ലാ ഡയസിസിലും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടവകകളിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കും ഓരോരുത്തരുടെ സ്ഥിതി വ്യത്യസ്തമാണ്. വലിയ ഇടവക, ചെറിയ ഇടവക എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ചില പ്രത്യേകതകളുള്ള ഇടങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ അവിടുത്തെ ആവശ്യം ഉൾക്കൊണ്ട് കാര്യമായ ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കുടുംബങ്ങളുടെ ആത്മീയ നിലവാരം ഇന്ന് അതിനെക്കുറിച്ച് നമുക്ക് ശ്രദ്ധയുണ്ട്. വാസ്തവത്തിൽ ഒരു ഇടയന്റെ അടിസ്ഥാന പരിപാടിയാണ്. ഞാൻ ഞങ്ങളുടെ വിഷയത്തിനോട് വളരെ കംപ്ലൈന്റ് അല്ല പറയുന്നത്, ഒരു കൺസേൺ ആണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ജില്ല മഹായിടവകത്തിന് അവരോട് പറയുന്നത്, ജില്ലയുടെ പ്രോഗ്രാമുണ്ട്, മഹായിടവക പ്രോഗ്രാമുണ്ട്, പിന്നെ ചുറ്റുപാടുള്ള എക്യുമെനിക്കൽ പ്രോഗ്രാമുണ്ട്. ഇതെല്ലാം മറിച്ചിട്ട് വേണം ആശുപത്രി കിടക്കുന്ന രോഗിയെ സന്ദർശിക്കാൻ. അല്ലെങ്കിൽ വീട്ടിലൊരു ആവശ്യമുണ്ടെങ്കിൽ, വീട്ടിലൊരു വഴക്കുണ്ടെങ്കിൽ, വീട്ടിലൊരു മദ്യപാനി ഉണ്ടെങ്കിൽ അവരോട് ഇടപെടാൻ. എന്നെ സ്ട്രഗിൾ ചെയ്ത കാര്യം ഞാൻ പറയാൻ ഉള്ള കാര്യം ഞാൻ പറയാം. ഏതിനാണ് പ്രയോറിറ്റി വേണ്ടത്? ഈ കുപ്പായത്തിന്റെ വില എവിടെയാണ് പ്രിയപ്പെട്ടത്? ഈ കുപ്പായത്തിന്റെ വില ഇന്ന് റിഫ്രഷ്ഡാണ് ഞാൻ പറയുന്നത്. പഴയതിലേക്ക് പോകണം. അടിസ്ഥാന കാര്യം യേശുവിനെ അല്ലെങ്കിൽ മാറ്റണം. യേശുവിനെ ശുശ്രൂഷയെ മാറ്റണം. ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഇടയവരുന്ന ആവശ്യമുള്ളിടത്ത് അത് കൊടുക്കാതെ, ഓഫ് കോഴ്സ് ഇപ്പൊ ഞാൻ കോഴിക്കോട് വന്നു, ദിസ് ഈസ് അനദർ മിനിസ്ട്രി. പൗലോസ് പറയുന്നുണ്ട് പലരും സ്നേഹിക്കാം, ഓരോരുത്തർക്കും ഓരോ മിനിസ്ട്രിയാണ്. വൈ ഡോണ്ട് വി പ്രയോറിറ്റൈസ്? എന്റെ വീട്ടിൽ, എന്റെ ഇടവകയിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു കുടുംബം എന്റെ സാന്നിധ്യവും എന്റെ കൗൺസിലും ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആത്മീയ നിലവാരം ആസ്വദിച്ച് ഞാൻ ഇപ്പോഴവിടെ ചെല്ലണമെങ്കിൽ അത് വിട്ടിട്ട് പോകുന്നതിനോളം പാപം വേറെ ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നതാണ് ഇടയ പരിപാലനത്തെ സംബന്ധിച്ച് നമ്മുടെ തിരിച്ചറിവ്. ഇത് നമുക്കുണ്ടാകണം. മറ്റെന്തും നല്ലതാണ് ചെയ്യേണ്ടത്, പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതാണ്. പലപ്പോഴും ഇന്ന് ആത്മീയ നിലവാരത്തെ കുറിച്ച് നമ്മൾ ബോധമല്ല. ജനം എന്തും കാണിച്ചോട്ടെ, പള്ളിയിൽ നിന്ന് കുർബാന തിരിച്ചു പോകുന്നു. അതിനനുസരിച്ച് കോവിഡ് ഒന്നുകൂടെ നമ്മളെ വഷളാക്കുന്നു. സത്യത്തിൽ അത് എത്രമാത്രം ഇന്ന് അത് ശുഷ്കമായി ചിന്തിക്കുകയാണ്. മിക്കയിടങ്ങളിലും കോഴിക്കോട് ഡയസിസ്, മലബാർ ഡയസിസിനെ ഒന്നും അറിയില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയുന്നത് എന്റെ മഹായിടവകയും എന്റെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്. നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. നന്നായി പോട്ടെ, സന്തോഷമായിട്ട് പോട്ടെ. ഇത് എന്റെ അനുഭവത്തിൽ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. മിക്കയിടങ്ങളിലും ഇന്ന് ഒരു വരൾച്ചയാണ്, സമ്പൂർണ്ണ വരൾച്ചയെ കാണാം. ചടങ്ങും ചോദിച്ചു പോവുകയാണ്. ചിലയിടങ്ങളിൽ പ്രൗഢഗംഭീരമായ നമ്മൾ പരിപാടികൾ സംഘടിപ്പിക്കും. ഇത് നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്കിൽ ഞാൻ ഇടാറുണ്ടല്ലോ, ഇടുന്ന തോന്നുന്നില്ല. ഞാൻ എപ്പോൾ ചോദിക്കുന്നത് ഏത് പ്രോഗ്രാം നടത്തുന്നു? കളർഫുൾ പ്രോഗ്രാം, ലക്ഷങ്ങൾ, 1 ലക്ഷം, 2 ലക്ഷം ഒക്കെ മുടക്കി വളരെ പ്രൗഢമായി പോകുന്നു. ഈ ഷേക്സ്പിയർ കണ്ടെന്ന് പറഞ്ഞായിരുന്നു ലൈഫിനെ കുറിച്ച്. ലൈഫ് is a day torn by an idiot, full of sound and fury that signify nothing. അവസാനം ഒരു പുക മാത്രമാണ്. ആർക്കും ഒരു പ്രയോജനമില്ല, എങ്ങുമെത്താ, ഒരർത്ഥവുമില്ല.
കർശനമായി പലരും പള്ളി വളരുന്നുണ്ട് എന്നാ പറയുന്നത്. കാരണം പള്ളി ഇന്നലെയല്ലേ എന്ത് ഇമ്പാക്ട് ഉണ്ടായി, എന്താളുകളുണ്ടായി. ഐ എം നോട്ട് അഗൈൻസ്റ്റ് എനി പ്രോഗ്രാം, ഞാൻ അതിലും പ്രോഗ്രാം നടത്തുന്ന ആളാണ്, നന്നായി നടത്തുന്നുണ്ട്. പക്ഷേ എന്റെ സ്ട്രഗിൾ ജനം ആത്മീയമായി വരണ്ട, ലക്ഷങ്ങൾ മുടക്കി എന്താ സമ്പാദിക്കുന്നത്? ഇവിടെയാണ് പ്രിയപ്പെട്ടത് 3 C's പ്രാധാന്യം. പൊയ്മനാണ്, ഇടയനാണ്, അവരുടെ ആത്മീയ നിലവാരത്തെ കുറിച്ച്, ആത്മീയ സൗഖ്യത്തെ കുറിച്ച് നമുക്കൊരു ബോധറേഷൻ ഉണ്ടാക്കാനായിട്ട് ഇടയാകണം. കൗൺസിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കൗൺസിൽ ഏറ്റവും ആവശ്യമാണ്. അടുത്തിടെ നടന്ന ഞങ്ങളുടെ മഹായോഗ യൂത്ത് കോൺഫറൻസിന് അതിന്റെ ഒരു പേപ്പർ പ്രസന്റേഷൻ ഞാനാണ്. അതിനകത്ത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായി സംബന്ധിച്ചത് അവിടെ പ്രധാനമായിട്ട് വന്ന അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇന്നത്തെ പല കാര്യങ്ങളിലെയും ഒരു ഇഷ്യൂ അവിടെ ബോധ്യമായി വന്നത് വ്യക്തമായിട്ടുള്ള അവർ പറഞ്ഞൊരു കാര്യമാണ്. ഒരു ഡിസ്കഷന്റെ സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് അവരുടെ പ്രശ്നം? അവർക്ക് ഒത്തിരി പ്രശ്നമാണ്. ഈ മൈഗ്രേഷൻ ഒരു ഇഷ്യൂ തന്നെയാണ്, നമുക്കറിയാം. മൈഗ്രേഷനെ കുറിച്ച് പറയുന്നത് ഇന്ന് ചേക്കറി പോകാൻ പറഞ്ഞു. എനിക്കറിയാം ഓരോ ലൊക്കാലിറ്റിയുടെ കാര്യം അറിയില്ല, ഞാൻ എന്റെ അവിടുത്തെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം ഇന്ന് അവിടെ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ദുർവാസത്തെ ഇറക്കുന്നുണ്ടോ, ഈ ഇപ്പൊ തന്നെ പേടിയാണ്. ഒരു മയമില്ലാത്തവരാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കോഴിയെ കണ്ടുള്ളൂ. പിന്നെ കണ്ട സ്നേഹം അതൊരു ബന്ധമാണ്, കള്ളനെ ഒരു ബന്ധമുണ്ടായിരുന്നു കള്ളനുമായി. ഇന്ന് അതല്ല, തലക്കെട്ടി കൊല്ലുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു പുറത്തെ പേടി. പ്രത്യേകിച്ച് ഞാൻ എന്റെ സ്വന്തം വീട് മുണ്ടിപ്പള്ളിയാണ്. മുണ്ടിപ്പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊട്ടാരങ്ങൾ കിടക്കാണ്. എത്ര മുറിയുണ്ടെന്ന് പോലും അവരുടെ വീട്ടുകാർക്ക് അറിയത്തില്ല, ആളില്ല. ഇനി ഉണ്ടെങ്കിൽ ഒരു വലിയവരുണ്ട്, അല്ലെങ്കിൽ പ്രായമായ വലിയവരുണ്ട്. ചുരുക്കത്തിൽ വലിയ ചെറുപ്പക്കാരുടെ അവിടെ ഇതായിട്ട് കാണും. ചുരുക്കത്തിൽ ഈ ലൊക്കാലിറ്റിയിലെല്ലാം ചെറുപ്പക്കാരൻ യങ്സ്റ്റേഴ്സ് എന്നുള്ളത് പല ഇത് അഡ്രസ് ചെയ്യാതെ ഒരു കോൺഫറൻസ് അവസാനിക്കുന്നു. നാളെ പള്ളിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മൾ എന്ത് എഫേർട്ടാണ് എപ്പോഴും പറയാറുള്ള ഇവർ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ ഞാനും യങ് ജനറേഷനിൽ പെടുന്നതാണെന്നാണ് ഞാനും പറയുന്നത്. എന്നാൽ എന്നെക്കാളായിട്ടുള്ള ഒത്തിരി ഏഴ് മാസ്റ്റേഴ്സ് ഉണ്ട്. നല്ലതാണ്, ഇന്നത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് എല്ലാം നല്ലതാണ്. നിയതമായ രീതിയിൽ അത് ഉപയോഗിക്കണം. എന്നാൽ തിരിച്ചായാലും അതിന്റെ ദോഷകരമായ സ്വാധീനത്തെ നമ്മൾ ചെറുക്കുകയാണ്. പലപ്പോഴും ഇതിന്റെ ദോഷകരമായ സ്വാധീനം നമ്മളെ ബാധിക്കുന്നുണ്ട്. ഈ അടുത്തിടെ നടന്ന ഒരു കാര്യം ഒരാൾ പഠനം നടത്തി, അതിതാണ് റൈറ്റ്സ് ഓഫ് ഹോമോസെക്ഷൽസ്. റൈറ്റ്സ് ഓഫ് ഹോമോസെക്ഷൽ ആ തലക്കെട്ട് വളരെ സ്ട്രേറ്റ് ആയിട്ട് തോന്നുന്നത് ഞാൻ താഴോട്ട് വായിച്ചു. അതിനകത്ത് ഇത് കെട്ടിടയില്ല. ഡോക്ടർ ഇയാൻ പിയേഴ്സൺ, ഇത് നോക്കിയാൽ ഡോക്ടർ ഇയാൻ പിയേഴ്സൺ അദ്ദേഹം ഗവേഷക ഫ്യൂച്ചറോളജിസ്റ്റാണ്. ഇദ്ദേഹം നടത്തിയ പഠനത്തിന്റെ പേരാണ് ദ റൈറ്റ്സ് ഓഫ് ഹോമോസെക്ഷൽ, ഹോമോസെക്ഷൽസിന്റെ ഉയർച്ച എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ പഠനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം വളരെ വളരെ അലാമിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് 10 വർഷങ്ങൾക്കുള്ളിൽ, ഇപ്പൊ കേട്ടിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും പറഞ്ഞേക്കാം, 10 വർഷങ്ങൾക്കുള്ളിൽ സ്ത്രീകൾ പുരുഷന്മാരെ ഒഴിവാക്കി റോബോട്ടുകളുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് മുൻഗണന നൽകും. 2025 2024 ഇന്ത്യ ഒരു മാസം കൂടെ വരും. 2025 മുതൽ സമ്പന്നതകൾ സമാധാനം റോബോട്ട് സെക്സ് വരും. 2035 10 വർഷം മുതൽ ലോകം മുഴുവൻ അതൊരു സാധാരണ കാര്യമായി മാറുമെന്ന് ഈ റൈറ്റ്സ് ഓഫ് ഹോമോസെക്ഷൽസ് എന്നുള്ള പഠനത്തിൽ തെളിയിക്കും. ഈ വായിക്കുന്നത് ഒരാഴ്ച മുമ്പ് ഞാൻ പുനരയിൽ കല്യാണം നടന്നു. ആ പുനരയിൽ നടത്തിയ കല്യാണത്തിന് അന്നേരം ഞാൻ മാത്രമല്ല, എൻ്റെ അച്ഛന്മാരില്ലാതെ എൻ്റെ തൊണ്ടം പോയി. എന്നാലും ഞാൻ ആ വാക്യം ഓർത്തു. അന്ന് ഈ കല്യാണം നടത്തിയപ്പോൾ ഈ കപ്പിൾസ് ഇവരോട് പറഞ്ഞ വാക്യം പൊതുജനത്തോട് പറഞ്ഞ എക്സോട്ടേഷൻ ഇതാണ്, നമ്മളൊക്കെ കല്യാണത്തിന് വായിക്കുന്നതാണ്. ഇത് കണ്ടപ്പോൾ അത് ഓർത്തു. എന്താണെന്ന് അറിയാമോ? ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ പ്രകൃതിയായുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും പരിശുദ്ധമായ നേർപാതയിൽ നടത്തപ്പെടേണ്ടതും ഈ വിശുദ്ധാവസ്ഥയിലേക്ക് ദൈവത്താൽ വിളിക്കപ്പെടുന്നവർ ജീവിത നിർമ്മലതയോടെ ആയും നിലനിൽക്കേണ്ടത്. നോക്കണ്ട, നമ്മളെ വലിയ പ്രയോജനമില്ലെന്ന് പറയുന്നു. അപ്പോൾ ഈ ഫ്യൂച്ചറോളജിസ്റ്റ് പറയുന്നത് ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ ഇതിനോടുള്ള സഭയുടെ പ്രതി ഇന്നത്തെ ഒരുപോലെ ഔട്ട്ഡേറ്റഡ് ആയ കുറച്ച് നാൾ കൊണ്ട് തുടങ്ങിയതാണ്. ചെറുപ്പക്കാരെ നിയതമായ രീതിയിൽ നമുക്ക് കൗൺസിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം ഡിഫറെന്റ് സെക്ഷൽ ഓറിയന്റേഷൻസ് ഉണ്ട്. ഇതിനൊന്നും ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടല്ല, ഒറ്റ കാര്യം എനിക്കത് മാത്രമേ ഉള്ളൂ. യൂത്ത് ക്യാമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ
ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇത് കാണുന്നത് കാര്യം ഇന്നത്തെ ഈ കണ്ടംപററി ഇഷ്യൂസിനോടുള്ള ക്രിസ്തീയ പ്രതികരണം എന്താണെന്ന് ഏതെങ്കിലും ഒരു മർത്തോമക്കാരൻ പഠിച്ചിട്ടില്ല, യാക്കോബക്കാരൻ പഠിച്ചിട്ടില്ല, ലോകം ഞാൻ തപ്പുകയാണ്. കാരണം എന്തെങ്കിലും മനസ്സിലാകട്ടെ, ഇവിടെയാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മുടെ ആളുകൾ, നമ്മുടെ ജനറേഷൻ, നമ്മുടെ ആളുകൾ നമ്മളിൽ കൈവിട്ട് പോകുമ്പോൾ പല സാമൂഹിക മാറ്റങ്ങളിലും പെട്ടവരും വളരുമ്പോൾ കൃത്യമായ ഒരു പൊയ്മേന്റെ റോൾ, ഇടയേണ്ട റോൾ, കൃത്യം അഡ്വൈസ് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെന്ന്. ഈ അഡ്വൈസ് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, എന്റെ സ്റ്റാൻഡ് ക്ലിയർ ആയിട്ട് പറയുന്നത്, എവിടെ എല്ലാത്തിനെയും കണ്ണടച്ച് ബ്ലെയിം ചെയ്യാൻ പാടില്ല. ഡിഫറെന്റ് ഓറിയന്റേഷൻസ് ഉണ്ട്, സെക്ഷുവൽ ഓറിയന്റേഷൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് ഇവിടെ ഒരു കാര്യം ചേർത്ത് മനസ്സിലാക്കണം, നമുക്ക് സ്റ്റാൻഡാണ് പ്രിയപ്പെട്ടവരെ വേണ്ടത്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിലപാട് വേണം. ആ നിലപാട് വിളിച്ചറിയിക്കാൻ ഒരു ബുക്കുണ്ടോ നോക്കുന്നത്, ആ നിലപാട് വിളിച്ചറിയിക്കാൻ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഉണ്ടോ? കേരള ചർച്ചയ്ക്ക് ഡോക്യുമെന്റ്സ് ആയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന ഒറ്റ ഡോക്യുമെന്റ് അതിനനുസരിച്ച് ആളുകൾ എവിടെ ഇതിന്റെ പരിഹാരം? വേദപുസ്തക അധിഷ്ഠിതമായ, ദൈവശാസ്ത്ര അധിഷ്ഠിതമായ കാര്യങ്ങളാണ്. അവർ ഒരു കാര്യമുണ്ട്, എല്ലാത്തിനെയും പ്രതീക്ഷിച്ചായിട്ട് തള്ളുകയല്ല, ക്രിസ്തു ചേർത്ത് പിടിച്ച ദയോടുകൂടെ ചേർന്ന് കാണുകയാണ്. ഈ ചിലത് കണ്ണടച്ച് പ്രേക്ഷം എന്ന് പറയുന്നത് ഞാനത് വിശ്വസിക്കുന്നു. തെറ്റിനെ തെറ്റായി പറയണം, അല്ലെങ്കിൽ യേശുവിന്റെ ക്രൈസ്തവ എന്ന് മാറ്റണം. കരുണയുടെ പ്രതീകമായി ചേർത്ത് പിടിക്കുകയാണ്. ഇത് വല്ലപ്പോഴും അങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല, ക്ലിയർ ആയിട്ടുള്ള ഒരു നിലപാട് നമുക്ക് അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയാകണം. ഞാൻ അവിടെ സൂചിപ്പിച്ചത് പൊയ്മേൻ എന്ന വാക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ദിയക്കോണോസ് ആണ്, അതിനുശേഷം ഞാൻ പറഞ്ഞത് ഡൂലോസ്. 3 പൊയ്മേൻ, ഷെപ്പേർഡിന്റെ റോള് വളരെ വലുതാണ്. കെയറിംഗ്, കറേജ്, കൗൺസിൽ. 4 പ്രൊഫറ്റേഴ്സ്. പ്രൊഫറ്റ് അറിയാവുന്നത് തന്നെയാണ്. Prophetic ministry of the church is steadily on the decline. Prophetic ministry of the church is steadily on the decline. ഇന്ന് പ്രവാചക ശുശ്രൂഷ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരാണ് പ്രവാചകൻ നമുക്കറിയാം. വരാനിരിക്കുന്ന അനർത്ഥത്തെ കുറിച്ച് മുൻകൂട്ടി അറിയിക്കുക, തെറ്റ് തിന്മയെ ശക്തമായി ശകാരിക്കുക, നമുക്കതിന് സാധിക്കുന്നുണ്ട്. ഈ മൊത്തത്തിൽ ഒരു 5 മിനിറ്റ് 2 വാക്കുകളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രൊഫറ്റാണ്, പ്രൊഫേറ്റസ് ആണ്. പ്രൊഫറ്റിക് മിനിസ്ട്രി ഇന്ന് നടക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അനുബന്ധമായി ഇവിടെ പറയുന്നത് മാത്രമേ ഇതിൽ സൂചിപ്പിച്ചാൽ ഞാൻ പോയത്. ആളുകളുടെ മുഖം കറുത്താലും പറയേണ്ടത് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? പ്രവചന പുസ്തകത്തിൽ പറയുന്ന കാവൽക്കാരൻ എന്ന് പറഞ്ഞ അനർത്ഥത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആൾ. അപ്പോൾ സുരക്ഷിതരായിരിക്കാൻ നമ്മൾ ചില വാർണിംഗ്സ് നൽകുന്നവരാണ്. പക്ഷേ ഇത് പലപ്പോഴും നമുക്ക് ഈ പ്രോഫറ്റിന്റെ റോള് പലപ്പോഴും സാധിക്കുന്ന കാര്യമാണ്. ഒരു പ്രോഫറ്റ് എന്ന് പറയുന്ന ആള്, അല്ലെങ്കിൽ പ്രവാചക ശക്തിയോടുകൂടെ മിനിസ്ട്രി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മിണ്ടാതിരിക്കാൻ സാധ്യമല്ല. ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് വളരെ ഈ കുറച്ച് നാൾ മുമ്പ് മൊത്തമക്കാരുടെ കോൺഫറൻസ് എനിക്ക് വളരെ ആവശ്യം, അതിന് ഞാൻ ഭാഗമല്ല, എന്റെ കൂട്ടുകാരെ 10 അച്ഛന്മാരോട് അവരുടെ ഒരു കോൺഫറൻസ് പേപ്പർ എഴുതുന്നു. ആ കോൺഫറൻസ് പേപ്പറിൽ ഈ ഇന്നത്തെ 2 കാര്യങ്ങളെ കുറിച്ച് വ്യത്യാസപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ദേശീയ കൾച്ചറൽ നാഷണലിസം, ദേശീയതയും പാട്രിയോട്ടിസം, അതായത് ദേശീയത ദേശസ്നേഹം. ഇത് വളരെ പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ദേശീയതയെ ദേശസ്നേഹമായി സ്വീകരിക്കാറുണ്ട്. അതിനാൽ ആ പഠനത്തിൽ അവർ പറഞ്ഞ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ദേശസ്നേഹികളും ദേശീയതയെ ഉയർത്തിപ്പിക്കുന്നതിനുള്ള പ്രശ്നം എന്താണ്? ദേശീയതയുടെ പ്രശ്നം എന്താണ്? ദേശീയതയെ ആളുകൾ, അവരെ ഭരിക്കുന്ന ആളുകൾ എന്ത് ചെയ്താലും അത് നല്ലതാണെന്നും അഭിനന്ദിച്ചുകൊണ്ട് പറയും. ഒരിക്കൽ they are never critical of the system, they are never critical of the center, they are never critical of the government. ഈ ഭൂമി മലയാളത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് എന്ത് നടന്നാലും പെട്രോൾ 250 പോലെ ഞാൻ കിട്ടത്തില്ല, എന്ത് സംഭവിച്ചാലും അത് ഈ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നത് ഒന്നുകൂടെ അതിനെ കൂടുതൽ കിട്ടൂ. എന്നാൽ ദേശസ്നേഹികൾ വ്യത്യസ്തമായി എഴുതിയത് പറയാം. ദേശസ്നേഹി പാട്രിയോട്സ് ആണ്, ട്രൂ പാട്രിയോട്സ് ആണ്. അങ്ങനെയാണ് പാട്രിയോട്സ് ആരാണ്? ദേശസ്നേഹികളാരാണ്? ഈ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ മുഖത്ത് നോക്കി അതിനെ ചൂണ്ടിക്കാണിക്കും. ശാന്തമായി, സമാധാനപരമായി, വയലൻസ് അല്ല, റെസിസ്റ്റൻസ് ആണ്. ഇതാണ് ദേശസ്നേഹം. ശരിയായ സ്നേഹം അതാ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ദേശസ്നേഹികളെ ദേശദ്രോഹികളായി ചിത്രീകരിക്കാൻ
എവിടെയെങ്കിലും ഒരു റെസിസ്റ്റൻസ് നടത്തിയാൽ അത് അടിച്ചു നടത്താണ്. ഇവിടെയാണ് യേശു ചെയ്തത്. റോമ ഗവൺമെന്റിന് ജെറുസലേം പ്രീസ്റ്റ്ഹുഡ് അഴിമതിയിലും കറപ്ഷനിലും അശുദ്ധിയിലും നടനമായ യെരുശലേം പ്രീസ്റ്റ്ഹുഡ് എന്ന സെന്ററിനുണ്ട്. റോമ ഗവൺമെന്റിനാണ് യേശു ചെയ്തതെന്നാണ് നമ്മുടെ വിഷയമല്ലേ. ഇവിടെയാണ് പ്രോഫറ്റ് ആകുന്നത്. അത് ഒരാൾക്ക് സാധിക്കുന്നത് ഒരു ലോക്കൽ ഇടവേളയല്ല, സഭയായി ഈ റോഡ് നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ്. ഒത്തിരി പദങ്ങൾ പറഞ്ഞു നിർത്തുവാണ്. 5ാമത്തെ വാക്ക് നമുക്കെല്ലാം അറിയാവുന്നതാണ്. വർഷത്തിലൊന്ന് നമ്മുടെ ചിന്താവിഷയത്തിന്റെ ഭാഗമായി വരാറുണ്ട്. ഓയിക്കോണോമോസ്, ഓയിക്കോണോമോസ് എന്നുള്ളത് എല്ലാവർക്കും നമുക്കറിയാം. സ്റ്റുവാർഡ്, അതായത് കാര്യവിചാരകൻ, സ്റ്റുവാർഡ്. ഓയിക്കോണോമോസ്, a person responsible for the welfare and comfort of others. ഇതിനെ ഞാൻ ആദ്യം ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സെൽഫിനെ കുറിച്ച് പറഞ്ഞു. മറ്റുള്ള ഒരാളുടെ ക്ഷേമത്തിനും സൗഖ്യത്തിനും വേണ്ടി ഞാൻ ഒരു മാനേജ് ചെയ്യുന്നത് മാത്രമേ, ഓർഡറല്ല. ഇതാണ് ഓയിക്കോണോമോസ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. തീത്തോസ് 1:7 പറയുന്നുണ്ട്. തീത്തോസ് 1:7 പാസ്റ്ററൽ എപ്പിസ്റ്റൽ, അനന്യനായ ഗൃഹവിചാരകൻ, വിശ്വസ്തൻ, ഉത്തരവാദിത്വമുള്ളവൻ. അതിനകത്തൊരു കാര്യങ്ങളുണ്ട് കേട്ടോ, അത്യാഗ്രഹമില്ലാത്തവൻ. ബാക്ക് ടു ദ ബേസിക്സ് ആണ് കേട്ടോ. അത്യാഗ്രഹമില്ലാത്തവൻ, ഒന്നിലും പേരിൽ, പ്രശസ്തി, അധികാരത്തിൽ, പണത്തിൽ അത്യാഗ്രഹമില്ലാത്തവൻ. ഓയിക്കോണോമോസ്, മാനേജർ. ഐ ജസ്റ്റ് മാനേജിങ് തിങ്സ്, ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഓണറല്ല. ഈ ഒരു രസകരമായ കോൺവെർസേഷൻ കുറച്ചാണ് നമ്മൾ കേട്ടത്. നിങ്ങൾ തീർച്ചയായിട്ടും വാട്സാപ്പിൽ ഇത് കിട്ടിയിട്ടുണ്ട്. എന്നോട് ചെയ്യുന്നുണ്ട്, അതോടെ പറഞ്ഞ അവസാനിപ്പിക്കും. ഒരപ്പനും മോനും തമ്മിലുള്ള കോൺവെർസേഷൻ. അതായത് അപ്പൻ മോനോട് പറയുന്നു, ഐ വാണ്ട് യു ടു മാരി എ ഗേൾ ഓഫ് മൈ ചോയ്സ്. അതായത് മോനോട് പറയാണ്, നീ എന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിയും. അപ്പോൾ മകൻ നേരെ പുറത്തു നോക്കി പറഞ്ഞു. അത് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പൊ അപ്പൻ ബുദ്ധിമാനാണ്. അപ്പൊ പറഞ്ഞു, ഇല്ല, പെൺകുട്ടി ബിൽ ഗേറ്റ്സിന്റെ മകളാണ് പെൺകുട്ടി. അപ്പൊ ഈ പയ്യൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ സമ്മതിക്കും. പയ്യൻ സമ്മതിച്ചു. അവിടെ കൊണ്ട് പ്രസന്റ് ചെയ്തിട്ടില്ല. ഈ അപ്പൻ ഈ പണം ഉണ്ടാക്കി വെച്ചിട്ട് നേരെ ബിൽ ഗേറ്റ്സിനോട് പറഞ്ഞു, ഐ വാണ്ട് യുവർ ഡോട്ടർ ടു മാരി മൈ സൺ. അതായത് നിന്റെ മകൾ എന്റെ മകനെ വിവാഹം ചെയ്തു. പിന്നെ ഗേറ്റ്സ് പറഞ്ഞു, നോ, പറ്റില്ല. അപ്പൊ അപ്പൻ പറഞ്ഞു, അപ്പൻ രണ്ടാമത്തെ ആളാണ്, എന്റെ മകൻ ആരാണെന്നറിയാമോ? മൈ സൺ ഈസ് ദ സിഇഒ ഓഫ് ദ വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന്റെ സിഇഒ ആണ് എന്റെ മകൻ. അപ്പൊ ഗേറ്റ്സ് പറഞ്ഞു, നോ. അപ്പന് പിന്നെ പ്രശ്നമാണ്, തലവേദന കൂടുതലാണ്. അപ്പൻ അവിടെ ഇരുന്നില്ല, നേരെ പോയി വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റിന്റെ അടുത്ത് പോയിട്ട് ഈ അപ്പൻ നേരെ പറഞ്ഞു, അപ്പോയിന്റ് മൈ സൺ ആസ് ദ സിഇഒ ഓഫ് ദ വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന്റെ സിഇഒ ആയിട്ട് എന്റെ മകനെ അപ്പോയിന്റ് ചെയ്യണം. പ്രസിഡന്റ് നേരെ നോ ആയിട്ട് കൈ കൊടുത്തു, പറ്റില്ല. അപ്പൊ പറഞ്ഞു, ഹി ഈസ് ദ സൺ ഇൻ ലോ ഓഫ് ഗേറ്റ്സ്. അത് ഗേറ്റ്സിന്റെ മരുമകനാണ് എന്ന് പറഞ്ഞു. പ്രസിഡന്റ് പറഞ്ഞു, എല്ലാം എല്ലാം പറ്റും. ഞാൻ ട്രാവൽകൂറുകാരനായിട്ടാണ് എന്നോട് ഈ പറയുന്നത്. എനിക്ക് മനസ്സിലാക്കുന്നത് പോട്ടെ, നിങ്ങൾ ശുദ്ധരായിട്ടാണ്, ഞങ്ങൾ ഇച്ചിരി കണ്ണിങ്ങായിരുന്നു. പോട്ടെ, എന്തായാലും ഞാൻ പറഞ്ഞു തന്നതാണ്, ഓയിക്കോണോമിക്സിന്റെ പണിയിലല്ല, ഗൃഹവിചാരകന്റെ പണി. ഒളിഞ്ഞു തെളിഞ്ഞു വരാൻ ഗൃഹവിചാരം എങ്ങനെയാണ് അറിയുന്നത്? ഇവിടെ നിർത്തുവാണ്. ഈ കണ്ടംപററി ചലഞ്ചസ് ഒത്തിരിയുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇതിന്റെ മധ്യത്തിൽ ഞാൻ ഇന്ന് ഈ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ എന്നാൽ പറ്റുന്നത് പറയാൻ എന്നെ ബാധിച്ചതല്ല. നിങ്ങൾ ഇതിന് മാർക്ക് വിടണ്ട, ഇനി ഒരു കാലത്തിന് വലിയ വേണ്ട, അതിനല്ല ഞാൻ ഇവിടെ വാങ്ങുന്നത്. ദീസ് ആർ മൈ ബേർഡൻസ്. ഞാൻ പറഞ്ഞത് ഓർമ്മ. എന്റെ പോലെ തന്നെ പട്ടക്കാരൻ, ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന സീനിയർ പട്ടക്കാരുണ്ട്. ഭാരതത്തോടും പ്രോഫറ്റിക്കായിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് കാര്യങ്ങൾ. ആദ്യത്തെ പറഞ്ഞ അവസാനിപ്പിക്കുന്നത്, we live in a decisive phase. We live in a crucial phase. ഇന്ന് ഈ കോൺഫറൻസ് കഴിഞ്ഞു നമ്മുടെ മിനിസ്ട്രിയിലോട്ട് പോകുന്നു. സ്ഥാപനങ്ങളുടെ ചുമതലയാണെങ്കിൽ അവരെ എവിടെ പോയാൽ we can make a difference 100%. ബട്ട് നമ്മൾ മനഃപൂർവ്വം വേണ്ടത് വെക്കുകയാണ്. കാരണം ഞാൻ കംഫർട്ടബിൾ ആയിട്ട് വെക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷെ പിടിച്ചാൽ കിട്ടാത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മിനിസ്ട്രിയെ കുറിച്ച് വീണ്ടും വിചാരിക്കുന്നവരായിട്ട് നമുക്ക് തീരുമാനമായിട്ട് ഇടയാകുന്നു. നല്ല ഡിയക്കോണോസ് ആയി, അതിന്റെ അർത്ഥം ഡൂലോസ് ആകാൻ ഞാൻ പറയുന്നില്ല, അത് അതിമോഹമാണ് വിദേശാണ് പറയുന്നത്. ഒരിക്കലും എന്നാൽ ഡൂലോസിന് കേട്ടാണല്ലോ, എന്നാൽ ഓർമ്മ വല്ലപ്പോഴും അടിമയാണ് ശുശ്രൂഷ എന്നുള്ളത് പൗലോസ് കൂടെ ഉപയോഗിക്കുന്നത്. പൊയ്മേ, അതായത് ഇടയനാണ്, നാട്ടിടെ ഇടയനാണ് ഒരു നല്ല ശുശ്രൂഷ. പ്രൊഫറ്റ്
ഇടവകയിൽ സംഭവിക്കും, മഹായിടവകയിൽ സംഭവിക്കും, അത് വ്യാപിക്കും. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ടൈം. എനിക്ക് ഇത്രയും ദൂരം വരാനിടയായ ഒരു സന്തോഷമാണ്. ഈ 1 മണിക്കൂറത്തെ പ്രോഗ്രാം വന്നെങ്കിൽ നിങ്ങളോടൊക്കെ സമീപിച്ച് ഒരു കൂട്ടായ്മ, നമുക്കൊരു കൂട്ടായ്മ ലഭിച്ചു. ഇത്രയും പേരെ ജസ്റ്റ് മുഖപരിചയത്തിൽ നടത്താൻ ഇടയായി. അതിന് കാരണക്കാരനായിരിക്കുന്നത് ഏറ്റവും ബഹുമാന്യനായ ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന തിരുമേനിയോട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ, പ്രിയപ്പെട്ട ടി.ഐ. ജെയിംസച്ചൻ, ഒത്തിരി പരിചയക്കാരുണ്ട്. ഇവിടെ വന്നപ്പോഴാണ്